ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൈഹാൻസ് ഫാമിലി വ്ളോഗ്. അപ്പോൾ ഇത് 2 ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഇന്നലത്തെയും മിഞ്ഞാന്നത്തെയും ചേർത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ വീടാണ് കേട്ടോ. അവിടെ ചാമ്പക്കൻ്റെ മരം ഉണ്ടായിരുന്നു. എല്ലാം താഴൊക്കെ ചെറിയ പഴുക്കാത്തൊക്കെ ആണ് ഇട്ടുള്ളത്. മേലക്ക് നല്ല പഴുത്തതുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കൈ എത്തുന്നുണ്ടായില്ല. ഇതിന് ഇംഗ്ലീഷിൽ റോസ് ആപ്പിൾ എന്നാണ് എന്തോ എന്നാണ് കേട്ടോ പറയാം. ഇത് വേറൊരു ടേസ്റ്റ് കേട്ടോ. അതായത് ഇതിൻ്റെ വൈറ്റ് കളറും ഉണ്ട്, പിങ്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഉള്ളത് പിങ്കാണ്. അപ്പോൾ മേലക്കാണ് ഉള്ളത്, താഴെ ഒന്നും പഴുത്തിട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ മോനെ കൊണ്ട് ആവുന്നത്ര മേലെ നിന്ന് ഇങ്ങനെ പറപ്പിച്ചതാണ് കേട്ടോ ഞങ്ങൾ പോയപ്പം. ഇതിന് ജ്യൂസും അടിക്കും കേട്ടോ. ഇതിനിപ്പോൾ സീസൺ ആയ കാരണം ഇതിൻ്റെ ജ്യൂസും ജാമും എന്തൊക്കെയും ഞാൻ കുറേ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം. അപ്പോൾ ഇത് ഞങ്ങൾ വെറുതെ എങ്ങനെ കഴിച്ചതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ജ്യൂസി ആയിട്ടുണ്ട്, കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ചോന്നാൽ നല്ല ടേസ്റ്റ്, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. പക്ഷേ കുറച്ച് ചിലതിനൊക്കെ ഒരു കറയുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അപ്പുറത്തും വീട്ടിലോട്ട് വന്നപ്പം ഇങ്ങനെ ഉണ്ണിയപ്പം ചുടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ വീട്ടിൽ വന്നപ്പം. അതായത് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീടാണ്, അതായത് എൻ്റെ നാത്തൂൻ്റെ വീടാണ് കേട്ടോ അത്. പിന്നെ ഇത് ഇന്നലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. പൂരിയും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ബാജി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഉച്ചനേരമായപ്പോൾ ഇവിടെ ഡെയിലി ഒരു ഉച്ചനേരമായാൽ ദിവസം എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാവും, കാരണം ഭയങ്കര ചൂടാണ്. അപ്പോൾ ഗ്രേപ്പ് ജ്യൂസ് അടിച്ചിട്ടുണ്ടായി, അപ്പോൾ അതങ്ങനെ കുടിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ചോറിന് മീൻകറിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വെണ്ടക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് ചെറുതുമല്ല വലുതുമല്ലാത്ത അങ്ങനെ ഒരു ഈ ഒരു സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുമേൽ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചാൽ നല്ലതാണ് കേട്ടോ. പിന്നെ അത് ഓയിൽ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ, ഞാൻ നാട്ടിൽ വന്നപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഓയിലാണ് കേട്ടോ. അവിടെ ഞാൻ ഓയിലാണ് ഉപയോഗിക്കാറ്. ജസ്റ്റ് ഒന്ന് കാച്ചാൻ വേണ്ടി മാത്രം വെളിച്ചെണ്ണ ഉപയോഗിക്കാറുള്ളൂ. സൺഫ്ലവർ ഓയിലാണ് എല്ലാത്തിനും അധികം ഉപയോഗിക്കാറ്. അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ച് പപ്പടം പൊരിച്ചെടുക്കാനുണ്ടായിരുന്നു. പപ്പടം പൊരിച്ചെടുത്തതിന് ശേഷം കയ്യിൽ ബാക്കി എണ്ണയിൽ തന്നെ ഇത് വെണ്ടയ്ക്ക വറുത്തെടുക്കണം കേട്ടോ. വറുത്ത് പറഞ്ഞാൽ എണ്ണ കുറച്ച് കൂടുതലെടുത്തിട്ട് ഒന്ന് ഫ്രൈ ആവുന്ന പോലെ ഒന്ന് വറുത്തെടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് വല്ലാണ്ട് കരിഞ്ഞും പോവരുത്, എന്നാൽ തീരെ മൊരിയാതെ ഉണ്ടാവരുത്. അങ്ങനെ ഇത്തിരി ഒരു മൊരിഞ്ഞ പോലെ ഒരു ഇതിൽ വറുത്തെടുക്കണം അത്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ അവിടെ തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഏകദേശം. അതിലേക്ക് ഉള്ളിയും ജീരകം പിന്നെ കടുകും പച്ചമുളകും ചേർത്ത് അരച്ചെടുത്തതാണ് കേട്ടോ അത് ഞാനിപ്പോൾ ഈ തൈരിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വെണ്ടക്ക അവിടെ വാട്ടാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്ത്. അപ്പോൾ ഇത് റെഡിയാക്കി എടുത്തതാണ്. അതിന് ശേഷം വെണ്ടക്ക നല്ലൊന്ന് മൊരിഞ്ഞ് കിട്ടിയതിന് ശേഷം ഞാനിപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മുഴുവനായിട്ട് ഇടണ്ട, കുറച്ചിട്ടതിന് ശേഷം വിളമ്പുന്ന സമയത്ത് മേലെ ഇട്ടിട്ട് വെണ്ടക്ക എടുത്താലും ആ വെണ്ടക്കൻ്റെ ക്രിസ്പിനെസ് കിട്ടും. അല്ലെങ്കിൽ ഉള്ള മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ കേട്ടോ ചെയ്യേണ്ട. പിന്നെ അതിന് കാച്ചണം. കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലും ഉണക്കമുളകും ഇത്ര ഇട്ടിട്ട് ഒന്ന് കാച്ചി വീത്തണം കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയതിനു ശേഷം വിളമ്പാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കണ്ട, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീൻകറി മാങ്ങട്ട് വെച്ചതാണ് കേട്ടോ. അയില പച്ച മാങ്ങട്ട് വെച്ചതാണ്, തേങ്ങ അരച്ചിട്ട് ഇവിടുത്തെ നമ്മളെ നാടൻ സ്റ്റൈൽ തന്നെ കുടംപുളിയൊക്കെ ഇട്ടിട്ട് വെച്ചതാണ്. ഞങ്ങൾ അധികം കുടംപുളി ഇട്ടിട്ടാണ് വെക്കാറ് കേട്ടോ. കുടപ്പുളി ഇവിടെ കിട്ടുന്ന കാരണം അധികം കുടപ്പുളി തന്നെ ഇട്ടിട്ട് വെക്കാറ്. മുളക് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിലൊക്കെ മുളകിടലാണ് കേട്ടോ കൂടുതൽ, തേങ്ങ അരച്ച് വെക്കാറില്ല മീൻകറി അധികം. ഞാൻ പോകുമ്പോഴൊക്കെ അധികം കാണൽ അവർ മുളകിട്ട് വെക്കാറാണ് അധികം, പറഞ്ഞാൽ തേങ്ങ അരക്കാണ്ട്. അപ്പം നമ്മളുടെ ഈ ഭാഗത്തൊക്കെ അധികം തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കൽ. ഇങ്ങനെ
കുടപ്പുളിയിൽ ഇട്ടിട്ട് വെക്കാറാണ് പതിവ്. പിന്നെ പരിപ്പും മുരിങ്ങയിലല്ലേ, മുരിങ്ങയിലയുടെ ഒരു കറി ഉണ്ടായിട്ട് പരിപ്പും മുരിങ്ങയില തേങ്ങ അരച്ചൊരു കറിയും ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം ഞങ്ങളുടെ ഒരു റിലേഷൻ ഉണ്ട് കേട്ടോ അവിടെ. ഞങ്ങൾ ബാംഗ്ലൂരിൽ ഉണ്ടായതാണ്. ബാംഗ്ലൂരിൽ ഇപ്പോൾ അവരില്ല, ഇപ്പോൾ ഇവിടെ നാട്ടിലാണ് കേട്ടോ. അപ്പോൾ അവരെ വീട് ഏകദേശം ഇങ്ങനെ കടപ്പുറത്താണ് കേട്ടോ. കുറച്ച് നടന്നാൽ മതി, ഇങ്ങനെ കടപ്പുറത്താണ് കേട്ടോ വീടുള്ളത്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കടപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5:45 ആയിട്ടാണ് ഞങ്ങളിങ്ങനെ പോയപ്പം. 5:45 6 മണി കഴിഞ്ഞിരുന്നു, മഗ്‌രിബ് ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്കും ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഒന്നിങ്ങനെ പോയി വന്നതാണ് കേട്ടോ. അധികം നേരമൊന്നും നിൽക്കാൻ പറ്റിയില്ല, ഇരുട്ടാവുന്നുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആവുന്നതോറും ഇങ്ങനെ തിര കൂടുന്നു ഇങ്ങനെ പറയുമല്ലോ, അപ്പോൾ അധികമൊന്നും നിന്നില്ല നമ്മൾ. ജസ്റ്റൊക്കെ കാലൊക്കെ നനച്ച് വെറുതെ ഇങ്ങനെ കുറച്ച് നേരം നിന്ന് ഇങ്ങനെ പോയി. ഞാനും മോളും മുന്നിൽ ഇങ്ങനെ നടന്നു പോയോണ്ടുണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അതേപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.